ഇപ്പോൾ കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. പിന്നെ ഉണ്ടായ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ, ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് UDF ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ്. ഇതുമാത്രമല്ലല്ലോ, നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, നമ്മുടെ കൂടെ ആ പൈപ്പ് ഇടാൻ തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളെല്ലാം എത്രയോ കാലം മുൻപത് പൂർത്തിയാക്കിയിരുന്നു. 2016 LDF സർക്കാർ വരുമ്പോൾ കണ്ടത്, ഈ പറഞ്ഞ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് നടപ്പാക്കാൻ ബാധ്യപ്പെട്ടവർ സംസ്ഥാനം വിട്ടുപോയി. അവർക്കും സ്ഥലമെടുത്തു കൊടുക്കാത്തായിരുന്നു പ്രശ്നം. LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു. എന്തായി? ഇപ്പോഴല്ല, നേരത്തെ തന്നെ ആ ലൈൻ പൂർത്തിയായി. ആ പൈപ്പിലൂടെ ഗ്യാസ് പ്രവഹിക്കുന്നു. അവിടെ നമ്മുടെ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ പാചകവാതകമായിട്ട് ആ ഗ്യാസ് എത്തുന്നു. ഫാക്ടറികളിൽ ഇന്ധനമായത് എത്തുന്നു.
നാടിനാവശ്യമായ ഒരു കാര്യമാണ് അനാവശ്യമായി തടയുന്ന നിലയുണ്ടായത്. നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി രംഗത്തിന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുകൾ ആവശ്യമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടമൺ കൊച്ചി പവർ ഹൈവേ. ആ പവർ ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ ഒരു സ്ഥലം വരെ എത്തി. സ്ഥലം മറച്ചു വെക്കുന്നില്ല, കോട്ടയത്താണ് എത്തിയത്. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നു, പിന്നെ മുന്നോട്ടില്ല. ആ ജോലി ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഉന്നതരായ മുഴുവൻ ആളുകളെയും കണ്ടു, ഒരനക്കവുമില്ല. അവസാനം അവരും നാട് വിട്ടു. 2016 LDF വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. ഇപ്പോഴല്ല, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തിയാക്കാനായി. എന്നാൽ തടസ്സമുണ്ടായി. നേരത്തെ തടഞ്ഞവർ ആ പണി തടയാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണ് എന്ന്. സർക്കാർ തടയാൻ വരുന്നവരുടെ കൂടെ നിൽക്കേണ്ടതല്ലോ, പദ്ധതി നിർവഹണത്തിനല്ലേ സർക്കാർ നിൽക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി പദ്ധതി പൂർത്തിയായി. ഇപ്പോൾ നല്ല രീതിയിൽ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു. ഇവിടെയാണ് നാം ഓർക്കേണ്ടത് ഒരു ചൊല്ല്. ഇതെല്ലാം ഇട്ടേച്ചു പോയ, നടക്കില്ല എന്ന് കണക്കാക്കിയ പദ്ധതികളായിരുന്നു. 2016 നാട്ടുകാർ ചൊല്ലിയൊരു ചൊല്ലുണ്ടായിരുന്നു. അത് LDF വരും, എല്ലാം ശരിയാകുമെന്നായിരുന്നു. ആ ചൊല്ല് തീർത്തും അന്വർത്ഥമായി എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. ഓരോ രംഗവും അതിനനുസരിച്ച് അന്ന് നാട്ടുകാർ ചൊല്ലിയ രീതിയിൽ ശരിയാകുന്ന കാഴ്ചയാണ് നാം അനുഭവത്തിൽ കണ്ടത്. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനം വലിയ തോതിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഒരു വലിയ ജലപാത, കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന ജലപാതയുടെ നിർമ്മാണം അതിവേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസം കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു ഘട്ടം പൂർത്തിയാക്കാനാകുമെന്ന അവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. അതോടൊപ്പം ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, രണ്ടിനും 10,000 കോടി രൂപ ചെലവ്. സംസ്ഥാനമാണ് ആ ചെലവ് വഹിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഗതാഗത സൗകര്യത്തിൽ വരുന്ന മാറ്റം, അതോടൊപ്പം തന്നെ റോഡുകളും പാലങ്ങളും ഓവർബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും അങ്ങനെ പലവിധ സൗകര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഗതാഗത മേഖലയിൽ വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞത് സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി കൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്തിന് പുതിയ രീതിയിൽ വിഭവശേഷി ആർജിക്കാൻ കഴിയണം എന്ന് 2016 ഗവൺമെൻറ് കണ്ടു. അതിൻ്റെ ഭാഗമായാണ് ഒരു നിയമം പരിഷ്കരിച്ചുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. ഒരു പുതിയ ധനസ്രോതസ്, സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനം. അതിലൂടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുക, അത് ചെലവിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായത് അതിൻ്റെ ഭാഗമായി കടുത്ത എതിർപ്പ്, കിഫ്ബിയോട് എതിർപ്പ്, വലിയ പരിഹാസം, നടക്കാൻ പോകാത്ത കാര്യം.
എവിടുന്ന് പണം കിട്ടാൻ? അങ്ങനെ പല ആക്ഷേപങ്ങൾ നാം കേൾക്കേണ്ടതായി വന്നു. എന്താ യാഥാർത്ഥ്യം? നാം 2016 പറഞ്ഞത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ ആ 5 വർഷം പൂർത്തിയായപ്പോൾ 2021 50 അല്ല 62,000 കോടി. ഇപ്പോ 2025 2021 തുടർഭരണം LDF-ന് സമ്മാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോഴ് 62 അല്ല 90,000 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ കിഫ്ബി മുഖേന ഏറ്റെടുക്കാനായിട്ടുള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാം എന്ന നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമായി ഉയർന്നു വരുന്ന സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കൽ, അങ്ങനെ എന്തിനധികം പറയുന്നു, കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി 5,600 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്തതുപോലും കിഫ്ബിയിൽ നിന്നെടുത്ത പണമായിരുന്നു. സർവമേഖലയിലും അവരുടെ പങ്കാളിത്തം കാണാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ ആ കിഫ്ബിയെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ ദുരുപദിഷ്ടമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് നമുക്കറിയാവുന്നതാണ്. അധ്യക്ഷൻ നാം നേരിടേണ്ടി വന്ന ദുരന്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നടപ്പാക്കേണ്ടി വന്നത്, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നു. നിപ്പയും ഓഖിയും നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018 അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം വിടാൻ കഴിയുന്നതിന് മുൻപ് ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും, ഇതെല്ലാം കൂടി വന്നാൽ നമ്മുടേതുപോലൊരു നാട് തകരാൻ പിന്നെ എന്ത് വേണം? ഇത്തരമൊരു ഘട്ടത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇന്ത്യൻ ഭരണഘടന കൃത്യമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ കേന്ദ്രം സഹായിക്കണമെന്ന്. പക്ഷേ നമുക്ക് സഹായമൊന്നും ലഭിച്ചില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ തകർത്തടിക്കുന്നു. ഇങ്ങനെ തകർന്നു പോയല്ലോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിക്കുന്നു. നമ്മൾ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സഹായം തന്നില്ല. നമ്മെ സഹായിക്കാൻ ചില ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നു. ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ആ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഗുജറാത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നത്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ രാജ്യവും രാജ്യത്തിന് പുറത്തു നിന്നും ഗുജറാത്തിന് സഹായമെത്തി. ആ സഹായങ്ങൾ സ്വീകരിച്ച്
നാടിനെ പുനർനിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തയാളാണ് അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായി വന്നിരുന്നപ്പോ അതുപോലൊരു ദുരന്തം നേരിടേണ്ടി വന്ന നമ്മുടെ നാടിനോട് സഹായമില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഇതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരു നാട്ടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാര്യമാണിത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്തമുഖത്ത് സഹായം നൽകിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. നമ്മോട് മാത്രം പ്രത്യേക വിവേചനം. അത് കേരളം എന്ന നാടിനോട്, കേരളീയർ എന്ന ജനവിഭാഗത്തോട് BJPക്കുള്ള വിപ്രതിപത്തിയുടെ ഭാഗമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, അതിനോട് ചേർന്ന് നിൽക്കാൻ ഇവിടെ ചിലർ തയ്യാറായി. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി, UDF ആകെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചാരി നിൽക്കുന്ന കാഴ്ച നാം കണ്ടു. അവരന്ന് ചെയ്തത് കേരളത്തെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കലാണ്. അതെവിടം വരെ എത്തി? നമുക്ക് നാട്ടിൽ ചെലവിടാൻ പണം വേണമായിരുന്നു, ആവശ്യത്തിന് പണമില്ല. അപ്പോൾ സർക്കാർ ഒരഭ്യർത്ഥന സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ വെച്ചു. പല വഴികൾ സ്വീകരിച്ചതിലൊന്ന്, അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശമ്പളത്തിൽ ഏതാനും ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം. ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ അത് നല്ല മനസ്സോടെ സ്വീകരിച്ചു. നല്ല പ്രതികരണമുണ്ടായി. അപ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ, UDFന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം, കൊടുക്കാൻ പാടില്ല, ആ പദ്ധതി എതിർത്തു, അതിനെതിരെ കോടതിയിൽ പോയി. എന്താണ് ആ മനോഭാവം കാണിക്കുന്നത്? നമ്മുടെ നാട് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കേരളത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ കേരളത്തിന്റെ ഭാഗമായ അവർ തയ്യാറാകേണ്ടതല്ലേ? അന്ന് പാർലമെന്റ് മെമ്പർമാരായ ഏതെങ്കിലും ആള് UDFന്റെ ഭാഗത്തു നിന്ന് പാർലമെന്റിനകത്ത് അത്തരമൊരു ശബ്ദമുയർത്തിയോ? ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. ഒരേ മനോഭാവം, അത് രക്ഷപ്പെടരുത്, തകരട്ടെ, നശിക്കട്ടെ, നാട് പിറകോട്ട് പോകട്ടെ, ഈ മനോഭാവം. എന്നാൽ നമ്മൾ ആ ഘട്ടത്തിൽ തലക്ക് കയ്യും കൊടുത്ത് നിസ്സഹായരായി കരഞ്ഞിരിക്കുകയല്ല ചെയ്തത്. ഒരു നാടെന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോയേ മതിയാകുമായിരുന്നുള്ളൂ. നമുക്ക് അതിജീവിക്കണമായിരുന്നു. അതിൻ്റെതായ എല്ലാ ശ്രമങ്ങളും നാം നടത്തി. അതിനുശേഷം രാജ്യവും ലോകവും ഈ കേരളത്തെ അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇത്ര നല്ല രീതിയിൽ ഈ നാടിനെ, ഇതിനെയെല്ലാം അതിജീവിക്കാനായി എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ അതിജീവനത്തിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഐക്യവും ഒരുമയും. അതിനു മുന്നിൽ അസാധ്യം എന്നൊരു പദമില്ല. ഏത് അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കാനാകും എന്നതാണ് നാം അതിലൂടെ തെളിയിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്
ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള അപവാദ പ്രചരണം, വ്യാജ പ്രചരണം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട് വലിയ തോതിൽ കടക്കണിയിലായി എന്ന പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത പ്രചരണമാണത്. നാം കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ വായ്പയും വരുമാനവും തമ്മിലുള്ള അനുപാതം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതല്ല സ്ഥിതി. വലിയ കുറവ് ആ കാര്യത്തിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇപ്പോൾ ഉണ്ടായ കുറവ് മാത്രമല്ല, ഇനിയും കുറയും. നേരത്തെ 38% 2020-21, 23-24 34%. ഇനിയും കുറയാനാണ് പോകുന്നത്. ഇത് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ വീടെന്ന സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുമ്പോഴാണ് LDF അവർക്കെല്ലാം വീട് നൽകുന്നൊരു പദ്ധതി വേണമെന്ന് കണക്കാക്കിയത്. ലൈഫ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 5 ലക്ഷം വീടിനാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി ആളുകൾ താമസിക്കുന്നു ആ കുടുംബങ്ങളിൽ. ബാക്കിയുള്ള വീടുകളും അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകുമെന്നതാണ് നില. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് ആഗ്രഹിക്കുന്ന കൃഷിക്കാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരും വലിയ തോതിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് പട്ടയം ലഭിക്കണമെന്നുള്ളത്. ഒരുപാട് ആളുകൾ പട്ടയം ലഭിക്കേണ്ട ലിസ്റ്റിലുണ്ട്. വലിയൊരു മിഷൻ മോഡിലുള്ള പ്രവർത്തനമാണ് സർക്കാർ ഏറ്റെടുത്തത്. പ്രത്യേകമായ നീക്കങ്ങൾ റവന്യൂ വകുപ്പ് നടത്തി. ഈ 9 വർഷം കൊണ്ട് നാം 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ അടുത്തൊരു വർഷം 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നാം നിൽക്കുന്നത്. നല്ല മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ്. അതിന് ഇടയാക്കിയത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനരംഗം ശക്തിപ്പെടുത്തിയതാണ്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി പൊതുവെ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ നാം ഒരു ലക്ഷ്യം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത നവംബർ 1 ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രർ ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളത്തെക്കുറിച്ച് നടത്താൻ പോവുകയാണ്. ഈ കേരളം അതിദരിദ്രമായ ഒരു കുടുംബവും ഇല്ലാത്ത നിലയിലേക്ക് മാറാനാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, നമ്മുടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു, ഒന്നും പൂർത്തിയാക്കാനാകുന്നില്ല, വലിയ പിറകോട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു 15,000 കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ 30,000 കോടിയിൽ നാം ചെലവിട്ട് എത്രയാണെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 96.23%. എവിടെയാണ്
പദ്ധതി തകർച്ച, കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ 2024-25 നാം വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. ആ 8,532 കോടിയിൽ 8,531 കോടിയായിപ്പോയില്ല ചെലവിട്ടത്. ചെലവിട്ടത് എത്രയാണെന്നറിയോ? 9,452 കോടി 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 110.79% കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചു. എവിടെ തകർച്ച? എവിടെ സാമ്പത്തിക പാപ്പരത്വം? ഇതാണ് നാടിൻ്റെ യഥാർത്ഥ നില. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിച്ചതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക രംഗം, കേരളത്തിലെ വ്യവസായ മേഖല വലിയ തോതിൽ പച്ചപിടിക്കില്ല എന്ന അഭിപ്രായമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനെങ്ങനെ മാറ്റം വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിൻ്റെ ഭാഗമായി വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങളെ ആകെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു. അതിലൊന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്നുള്ളതായിരുന്നു. ചട്ടങ്ങളിൽ ഭേദഗതി ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമായ ഭേദഗതികളെല്ലാം വരുത്തി. അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുമാനസിക ഘടനയിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു. ആ മാറ്റവും കൊണ്ടുവരുന്നതിനുള്ള ബോധവൽക്കരണ നടപടികളിലേക്ക് കടന്നു. വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കപ്പെട്ടു. ക്രമേണ മാറ്റം വരവ് തുടങ്ങി. അങ്ങനെ നാം വ്യവസായ നിക്ഷേപ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം എന്ന നിലയിൽ കേരളം എത്തി നിൽക്കുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു നേട്ടമാണ് എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക പദ്ധതി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നെ വിലയിരുത്തിയത്. നാം കൊച്ചിയിൽ നടത്തിയ നിക്ഷേപ സംഗമം 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ആ പത്രിക ഒപ്പിട്ടുകൊണ്ട് വിവിധ പ്രധാന കമ്പനികളും സ്ഥാപനങ്ങളും നമുക്ക് നൽകിയത്. അവ കടലാസിൽ കിടക്കുകയല്ല, അവ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കി നാം മുന്നോട്ട് പോവുകയാണ്. വലിയ തോതിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒട്ടേറെ നീക്കങ്ങൾ, പല കാര്യങ്ങളും ഓൺലൈനാക്കൽ, ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥ, ഭരണത്തിൻ്റെ ശരിയായ സ്വാദ് ജനങ്ങളിലെത്തുന്നതിന് ഉതകുന്ന സമീപനം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താ? 2016 ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനികളെ വിളിക്കുകയുണ്ടായി. അന്ന് രാജ്യത്തിൻ്റെ പ്രധാന പട്ടികയിൽ നമ്മളില്ല, നമ്മുടെ സ്ഥാപനങ്ങളില്ല.
എണ്ണപ്പെടുന്ന ആദ്യത്തെ നിരയിലൊന്നും നമ്മളെ കാണാനില്ല. അതിൽ മാറ്റം വരണമെന്ന് ഗവൺമെന്റ് കണ്ടു. ആ ഘട്ടത്തിൽ നാം പ്രധാനമായും ഊന്നുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനായിരുന്നു. തുടർഭരണം ലഭിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായി കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റികൾ അവരുടേതായ തലത്തിൽ കടന്നിരുന്നു. 2021 സർക്കാർ ആവശ്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ കാണാൻ കഴിയുന്ന മാറ്റം പ്രകടമാണ്. നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൻ്റേതാണ്. കേരള യൂണിവേഴ്സിറ്റി 9-ാം സ്ഥാനം, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കേരള സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. മാറ്റമാണിതൊക്കെ. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരുന്നു എന്നാണ് നാം കാണേണ്ടത്. കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. കെൽട്രോൺ 1000 കോടി വിറ്റുവരവുള്ള അഭിമാനകരമായ നേട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണത്. നല്ല ഗുണപരമായ വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് അതിൻ്റെ വിതരണ ശൃംഖലയാകെ ശക്തിപ്പെടുത്താനാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. നല്ല രീതിയിൽ വൈദ്യുതി മേഖല ശക്തിപ്പെട്ടു വരുന്നു എന്നത് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. കെ-ഫോൺ നല്ല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഉപഭോഗമാണ് സാധ്യമാക്കുന്നത്. കേരളത്തിൽ IT രംഗം വലിയ കുതിപ്പിലാണിപ്പോൾ. IT വളരെ നേരത്തെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ ടെക്നോ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ പാർക്കാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്കെന്തോ ഒരു സ്തംഭനാവസ്ഥ വന്നു. 2016-ലെ അവസ്ഥയല്ല ഇപ്പോൾ. നല്ല പുരോഗതി. സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, വലിയ വർധനവ്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുക വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും വലിയ തോതിൽ വർധനവാണ് IT മേഖലയിൽ നാം ലക്ഷ്യമിടുന്നത്. നാം അടുത്ത കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത്. ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന നിലയല്ല, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് നേരത്തെ LDF. ആ അഭിപ്രായം ശരിയായിരുന്നു. ശരിയായ വസ്തുതയാണ് LDF ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ LDF-ഉം സർക്കാരും ആലോചിച്ചു, നമ്മൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്, അതിൻ്റെ ഭാഗമായി ഈ ഒപ്പിട്ട കരാറനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടെടുത്താൽ ദശാബ്ദങ്ങളായി ഈ പദ്ധതി മുടങ്ങിപ്പോകും. ഈ പദ്ധതി കേരളത്തിന് ഒഴിച്ചുകൂടാത്ത പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ്. നമുക്ക്
നേരത്തെയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇപ്പോൾ നടപ്പാക്കലാണ് വേണ്ടത്. അങ്ങനെയാണ് LDF സർക്കാർ ആ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നത്. എന്താ അവസ്ഥ? ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവ് 8,867 കോടി രൂപയാണ്. ആ 8,867 കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് 5,595 കോടി രൂപയാണ്. 8,867-ൽ 5,595 കോടി രൂപ ആരുടേത്? സംസ്ഥാനത്തിൻ്റേത്. അദാനി പോർട്ട് എന്നാണല്ലോ അതിനെ പറയുന്നത്. അദാനി ഇതേവരെ ചെലവിട്ടത് 2,454 കോടി മാത്രം. അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളം ചെലവിട്ടത്. ഇതിലേറ്റവും രസാവഹമായ സംഗതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതാണ്. ഒരു VGF അവരനുവദിക്കണം. അതൊരു ഗ്രാൻഡായിട്ടാണ് ഇതേവരെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 817 കോടി രൂപ. പക്ഷേ അത് പൂർണ്ണമായും പലിശ സഹിതം വലിയ തുകയായി തിരിച്ചടക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നിർഭാഗ്യകരമായ ചില സമീപനങ്ങൾ നാം കണ്ടു. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ പദ്ധതികളുടെ കാര്യത്തിൽ, അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിൻ്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിന് ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ, സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം, അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം. ഇത് ഇവിടെ നിൽക്കുകയല്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. നാം ഒന്നുകൂടി കടത്തി പറയുന്നു, അതാണ് നവകേരളം. അത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. നാം അതിലേക്കാണ് പടിപടിയായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കാലത്തുണ്ടാകേണ്ട ഒരു സങ്കല്പമായിട്ടല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നായിട്ടാണ് നാം കാണുന്നത്. ആ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.